ഹായ് ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ എല്ലാ പ്രായക്കാർക്കും അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസി ആൻഡ് എലഗൻസിലാണ് നമ്മുടെ ഐറ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്തൊക്കെ കളറിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, പിന്നെ അതിൻ്റെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു രീതി എല്ലാം നമുക്കാണെങ്കിൽ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ, അതായത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള മോം കിറ്റ് കോംബോയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ കുർത്തിയായിട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാം. അല്ല, ഒരു മോം കിറ്റ് കോംബോയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതൊരു സൂപ്പർ കോംബോയാണ്. ഇത് മോമിനും 2 കിഡിനും ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം 2 കിഡിൻ്റെയും ഡ്രസ്സ് നോക്കാം. ഫസ്റ്റത്തെ കുഞ്ഞെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 6 month ബേബിയാണ്, കുഞ്ഞു ബേബിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ അധികം ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 3 ഏജ് ആയിട്ടുള്ള 3 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം 2 കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണാം, അതിനുശേഷം മോമിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കാണാം. അപ്പോൾ ഒരു 6 month ബേബിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഒരു നമ്മളൊരു ഡബിൾ സ്ട്രാപ്പ് ഒക്കെ കൊടുത്തതിന് ശേഷം ടൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. സ്ട്രാപ്പാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കുഞ്ഞാണ് കേട്ടോ, കുഞ്ഞു ഫ്രോക്കാണ്. ഇങ്ങനായിട്ടാണെങ്കിൽ ഒരു ചെറിയ സിംഗിൾ ലെയർ വാട്ടർ സ്വീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. സിമ്പിൾ ആണ്, ക്ലാസി ആണ്. ഇതാണ് കുഞ്ഞു ബേബിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 3 ഏജ് ആയിട്ടുള്ള മോൾക്കുള്ളതാണ്. അപ്പോൾ അതാണെങ്കിൽ ഒരു ഡബിൾ ഫ്ലെയർ കോൺസെപ്റ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ഫ്ലെയർ ആകുമ്പോൾ തന്നെ അത്രത്തോളം ആ ഒരു ഭംഗി വരത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഫാബ്രിക്കിൽ ഒരു ഡബിൾ ഫ്ലെയർ കൊടുത്തതിന് ശേഷം അതിലാണെങ്കിൽ ഫുൾ സിക്സാഗ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. കങ്കൂസ് ചെയ്ത് വിടത്തുന്നില്ലേ, അത് ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ജസ്റ്റ് അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം. ഇതാണ് നെക്ക് ലൈനിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കട്ട് ബീഡിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ സ്ലീവ്ലെസ് ആണ്. ഇതിലാണെങ്കിൽ ഒരു ഫ്രിൽസ് ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കാട്ടും ഭംഗി അതൊന്നും, അതായത് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ബാക്കിൽ ഒരു ടൈയിങ് ഓപ്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വരുന്നത്. നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്. ബാക്കിൽ ഒരു വീനെക്ക് കോൺസെപ്റ്റ് ആണ്, ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും നമ്മുടെ സ്റ്റിഫ് നെറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലോട്ട് ടച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് വരും. അപ്പോൾ അവരത് വേറെ എത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലൊരു ക്രേ പ്ലാനിങ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ലുക്ക് വരുന്നത് കുഞ്ഞിൻ്റെത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള മോമിന്റെ ഡ്രസ്സാണ്. മോമിന്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് എത്ര വർഷങ്ങളായാലും നമുക്കാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ആർക്കും എന്തായാലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും സൂപ്പർ ക്ലാസി ലുക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണാം. നെക്ക് ലൈൻ ഫുള്ളായിട്ട് ഹെവി സിംഗിൾ കട്ട് ബീഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ്. കടലിലാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സ്റ്റോൺസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കട്ട് ബീഡ് എന്ന് പറയുന്നത് നമ്മുടെ വിബ്ജിയോർ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ മഴവില്ലിൻ്റെ കട്ട് ബീഡും പിന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള സ്വീക്വൻസും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റെഡ് കളറിലുള്ള കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീനിന് അത്യാവശ്യം നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പ്രെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവില് മാത്രമല്ല വരുന്നത് ഹാൻഡ് വർക്ക്. കണ്ടില്ലേ, ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓപ്പൺ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഒരു അനാർക്കലി ടച്ചിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആണ്, 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലായിട്ടും സെയിം ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും പിന്നെ ഫുള്ളായിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ കുഞ്ഞ് ടോൺ ടു ടോൺ തന്നെ കട്ട് ബീഡും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കാറ്റേർഡ് നടക്കുന്ന തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ആണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള യൂനെക്കാണ്. ഫ്രണ്ടും അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ലുക്ക് വരണമല്ലോ. ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം ലെങ്ത് എന്ന് പറയുന്നത് 48-49 ഇഞ്ചസോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു മോമിന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സിംഗിൾ പീസ് ആയിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. എ ലൈൻ വേണമെന്നുള്ളവർക്ക് എ ലൈൻ ചെയ്യാം. അല്ല പാനൽ കട്ട് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സെയിം ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് പാനൽ കട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതേ സെയിം കളർ കുർത്തിയിലാണെങ്കിൽ നമുക്ക് ഇത്രയും കളേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. അതായത്
ഡാർക്ക് ഓണിയൻ പിങ്ക് വരുന്നുണ്ട്, ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു നമ്മുടെ പയർ പച്ച എന്നൊക്കെ പറയത്തില്ല ആ ഒരു കളർ ഷെയ്ഡ് ഉണ്ട്, പിക്കോക്ക് ബ്ലൂ വരുന്നുണ്ട്, റാണി പിങ്ക് ഉണ്ട്, പിന്നെ വരുന്നത് ഒരു മാമ്പഴ യെല്ലോ ആണ്. അങ്ങനെ പിന്നെ ഈ സെയിം ഈ ഒരു കളർ, ഇത്രയും കളർ നിങ്ങൾക്ക് കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും, ഞാൻ ഈ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയക്കും. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.